എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിലെ ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം എന്ന ഭാഗമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എക്സാംസിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് പ്രധാനപ്പെട്ട ആഗോള പ്രശ്നങ്ങൾ എന്ന് പറയുന്നതാണ് ആഗോള താപനം, ഓസോൺ ശോഷണം, അതുപോലെ ജൈവ വൈവിധ്യത്തിന്റെ നാശം, പിന്നെ വനനശീകരണം, മരുഭൂമിവൽക്കരണം, മലിനീകരണം, മണ്ണൊലിപ്പ് ഇതൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രധാന ആഗോള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൂടെ പഠിക്കാൻ പോകുന്നത് ആഗോള താപനവും അതുപോലെ ഓസോൺ ശോഷണവുമാണ്. ആദ്യം തന്നെ ആഗോള താപനം. ആഗോള താപനം പഠിക്കുന്ന സമയത്ത് അറിയേണ്ട കാര്യമാണ് ഹരിതഗ്രഹ പ്രഭാവം. എന്താണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്? ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് ഒരു ചൂടുണ്ട്. ഈ ഒരു ചൂടിനെ നിലനിർത്തുന്ന ഒരു പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. നമ്മളെ അന്തരീക്ഷത്തിൽ ചില വാതകങ്ങളുണ്ട്. ഈ വാതകങ്ങൾക്ക് സൂര്യതാപത്തെ കടത്തിവിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളിയിലെ ഊഷ്മാവിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഊഷ്മാവ് കുറയാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഹരിതഗ്രഹ പ്രഭാവത്തിന് സഹായിക്കുന്ന വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രാഥമിക ഹരിതഗ്രഹ വാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ ഇവയൊക്കെയാണ്. ഏതൊക്കെയാണ് പ്രാഥമിക ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓസോൺ ഇവയൊക്കെയാണ്. നമ്മളിപ്പം പഠിച്ചു ഹരിതഗ്രഹ പ്രവാഹം എന്ന് പറയുന്നത് ഭൂമിയുടെ താപം നിലനിർത്തുന്നതാണ്. അതുപോലെ ഇത് നമ്മുടെ മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നൊക്കെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുകയാണെങ്കിൽ അതും ദോഷകരമായിട്ട് തന്നെയാണ് സംഭവിക്കുക. കാരണം ഭൂമിയുടെ ചൂട് വർദ്ധിക്കും. ഹരിതഗ്രഹ വാതകങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന സമയത്ത് എന്തുണ്ടാകും? അന്തരീക്ഷത്തിലെ താപനില വർദ്ധിക്കും. ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരുടെ ചില ഇടപെടലുകളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതൽ എത്തിച്ചേരാൻ കാരണം. കഴിഞ്ഞ പ്രിലിംസ് എക്സാമിന് ഈ ഒരു ഭാഗത്തിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതാണ് അന്തരീക്ഷത്തിൽ എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം. വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പം പഠിച്ചു മനുഷ്യരുടെ ഇടപെടൽ മൂലമാണ് അന്തരീക്ഷത്തിൽ ഹരിതഗ്രഹ വാതകങ്ങൾ വർദ്ധിക്കുന്നതെന്ന്. മനുഷ്യരുടെ ഇടപെടലല്ലാതെ പ്രകൃതിദത്തമായിട്ടും ഇതിന് വർധനവ് ഉണ്ടാകുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം, ജൈവ വസ്തുക്കളുടെ ജീർണം തുടങ്ങിയ സ്വാഭാവിക മാർഗത്തിലൂടെയും അതുപോലെ ധാതു ഇന്ധനം കത്തിക്കൽ, മരം മുറിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയും ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് സ്വാഭാവിക മാർഗങ്ങൾ എന്ന് പറയുന്നത്? അഗ്നിപർവ്വത സ്ഫോടനവും അതുപോലെ ജൈവ വസ്തുക്കളുടെ ജീർണനമൊക്കെയാണ്. ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് റോഡിലെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നത്. നമ്മളിപ്പോ പെട്ടെന്നുണ്ടായ മാറ്റങ്ങളാണ് അല്ലെ? പെട്ടെന്നാണ് മരം മുറിക്കുന്നു, ചൂട് കൂടുന്നു ഒക്കെ അല്ലെ? ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള അന്തരീക്ഷ മാറ്റങ്ങളൊക്കെ ഹരിതഗ്രഹ വാതകങ്ങൾ കൂടാൻ കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ പ്രതിവർഷം 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. എത്രയാണ്? 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇത്തരത്തില് അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നത്. പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19ാം നൂറ്റാണ്ടിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത വർദ്ധിക്കാൻ കാരണം എന്ന് പറയുന്നത് വ്യാവസായികവൽക്കരണവും നഗരവൽക്കരണവും ഒക്കെയാണ്. പിന്നെ 20ാം നൂറ്റാണ്ടില് ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് 0.4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ വർധനവുണ്ടായെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്.
നമ്മളിപ്പോ പഠിച്ചത് ആഗോള താപനമാണ്. ആഗോള താപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ചില വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള താപങ്ങൾ ഭൂമിയിലേക്ക് കടത്തി വിടുകയും ഭൂമിയിൽ ഒരു താപം മെയിൻറ്റെയിൻ ചെയ്യാൻ, താപം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു പ്രവൃത്തിയെയാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. ഹരിതഗ്രഹ പ്രവാഹത്തിന് സഹായിക്കുന്ന വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണമാണ് ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥേൻ ഒക്കെ. അതുപോലെ മനുഷ്യന്റെ ചില ഇടപെടലുകളും പിന്നെ പ്രകൃതിദത്തമായ ചില കാരണങ്ങളാലും അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങൾ വർദ്ധിക്കുന്നു. ഹരിതഗ്രഹ വാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഭൂമിയിലെ താപം, ചൂട് കൂടുന്നു. ഹരിതഗ്രഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്ത് പറയുന്നത്? ആഗോളതാപനം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആഗോളതാപനം? ഹരിതഗ്രഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അടുത്തത് ആഗോളതാപനം തടയാനുള്ള മാർഗങ്ങൾ. എന്തൊക്കെയാണ് ആഗോളതാപനങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തേത് ഫോസിൽ ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. എന്താണ് ഫോസിൽ ഇന്ധനം എന്ന് പറയുന്നത്? ഡീസൽ, പെട്രോൾ ഇവയൊക്കെയാണ് ഫോസിൽ ഇന്ധനം എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. 2. ഊർജോപയോഗത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുക. ഊർജോപയോഗം അതായത് എനർജി, അതായത് നമ്മളെ കറണ്ട് പോലെയുള്ള ഊർജോപയോഗത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുക. 3. വനനശീകരണം കുറയ്ക്കുക. കാടുകളും മലകളൊക്കെ നശിപ്പിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കാടുകളും മലകളൊക്കെ നശിപ്പിക്കുന്നത് കുറച്ചിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ ജനസംഖ്യ നിയന്ത്രിക്കുക. ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കും ഒരു നിയന്ത്രണം ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആഗോളതാപനം തടയാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് വംശനാശം സംഭവിച്ച ഒരു ജീവിയുണ്ട്. അതാണ് സ്വർണ്ണത്തവള. ആഗോളതാപന ഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി സ്വർണ്ണത്തവളയാണ്. നമ്മൾ പഠിച്ചത് ആഗോളതാപനം എന്താണെന്നും ആഗോളതാപനം തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ. എന്തൊക്കെയാണ് ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്? ധ്രുവപ്രദേശങ്ങളിലെ ഹിമാനികൾ ഉരുകുന്നു. അതായത് ധ്രുവപ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും തണുപ്പ് കൂടിയതും അതുപോലെ ജനസാന്ദ്രത കുറഞ്ഞ മേഖലയുമാണ് ധ്രുവപ്രദേശം എന്ന് പറയുന്നത്. ആ ധ്രുവപ്രദേശങ്ങളിലെ ഹിമാനികൾ, മഞ്ഞുകൾ ഉരുകുന്നു എന്നാണ് ആദ്യത്തെ ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതം. 2. സമുദ്രജലനിരപ്പ് ഉയരുന്നത് തീരപ്രദേശങ്ങളും ദ്വീപുകളും മുങ്ങുന്നതിന് കാരണമാകുന്നു. സ്വാഭാവികമായും ധ്രുവപ്രദേശങ്ങളിലെ ഹിമാനികൾ ഉരുകുമ്പോൾ എന്താകും? സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരും. അപ്പം ദ്വീപുകളും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളൊക്കെ എന്താകും? കടലിന് അടിയിലേക്ക് പോകും. 3. അസാധാരണമായ കാലാവസ്ഥ. നമ്മൾ നേരത്തെ പഠിച്ചു ഹരിതഗ്രഹ വാതകങ്ങളുടെ ക്രമാതീതമായ വർധനവുണ്ടാകുമ്പോൾ ചൂട് കൂടുമെന്നും. അപ്പം മഴയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, ചൂടിൽ വർധനവുണ്ടാകും. അപ്പം കാലാവസ്ഥ സാധാരണമായിരിക്കില്ല, അസാധാരണമായിരിക്കും. 4. ആവാസ വ്യവസ്ഥയുടെ നാശം. യിൽ മാറ്റം സംഭവിക്കുമ്പോൾ കാലാവസ്ഥയിൽ മാറ്റം സംഭവിക്കുന്ന സമയത്ത് പല ജീവികളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മളിപ്പോ നേരത്തെ പഠിച്ചു ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് സ്വർണ്ണത്തവള വംശനാശം സംഭവിച്ചു എന്ന്. അതുപോലെ പല ജീവികൾക്കും എന്ത് വരും? വംശനാശം സംഭവിക്കും. അടുത്ത പോയിന്റ് വരൾച്ചയും പ്രളയവും. നമുക്കറിയാം കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ എന്തിൽ കലാശിക്കും? വരൾച്ചയിലും പ്രളയത്തിലും കലാശിക്കും. അതുപോലെ സ്പീഷീസുകളൊക്കെ എന്ത് ചെയ്യും? നിലനിൽപ്പിനായിട്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കുടിയേറും. പോയിന്റുകളാണ് മരുഭൂമിവൽക്കരണവും കൃഷിയും കന്നുകാലി വളർത്തലും നഷ്ടത്തിലാകുന്നു. കാലാവസ്ഥയിലും അന്തരീക്ഷത്തിലും ഒക്കെ ഉള്ള മാറ്റങ്ങൾ എന്താകും? കൃഷിയെയും കന്നുകാലികളിലേക്ക് ബാധിക്കും. അത് കന്നുകാലി വളർത്തലിലും അതുപോലെ തന്നെ കൃഷിയും ഒക്കെ എന്താകും? നഷ്ടത്തിലാകും. പിന്നെ സൂര്യതാപവും സൂര്യാഘാതവും ഒക്കെ ഇതിന്റെ പ്രത്യാഘാതം തന്നെയാണ്. അതുപോലെ രോഗവ്യാപന തോത് വർദ്ധിക്കുക. ഇതൊക്കെ ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങളാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് അന്താരാഷ്ട്ര സംഘടനകളും അതുപോലെ ഓസോൺ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റും അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ ടോപ്പിക്കാണ് ഹരിതഗ്രഹ വാതക പ്രോട്ടോകോൾ. ഗവൺമെന്റുകൾക്കും ബിസിനസ് നേതാക്കന്മാർക്കും ഹരിതഗ്രഹ വാതകങ്ങളെ മനസ്സിലാക്കുന്നതിനും നിർണയിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അന്താരാഷ്ട്ര
ടൂളാണ് ഹരിതഗൃഹവാതക പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എന്താണ്? ഗവൺമെന്റുകൾക്കും ബിസിനസ് നേതാക്കന്മാർക്കും അതുപോലെ ഹരിതഗൃഹവാതകങ്ങളെ മനസ്സിലാക്കുന്നതിനും നിർണ്ണയിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അന്താരാഷ്ട്ര ടൂളാണ്. അടുത്ത പോയിന്റാണ് വേൾഡ് ട്രേഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സുസ്ഥിര വികസനത്തിനുള്ള വേൾഡ് ബിസിനസ് കൗൺസിലിന്റെയും ആഗോള സഹകരണമാണിത്. അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. അതായത് കാർബൺ ഡയോക്സൈഡിന്റെ പുറന്തള്ളലും അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യവും കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ട അന്താരാഷ്ട്ര കരാറാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡും അതുപോലെ ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ്. 1947 ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയിൽ ആണ് ഇതിനെ കുറിച്ചിട്ട് വിളംബരം ചെയ്തിട്ടുള്ളത്. അതുപോലെ 2005 ഫെബ്രുവരി 16 നിലവിൽ വന്ന ക്യോട്ടോ പ്രോട്ടോകോൾ 141 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാണ് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത്? 2005 ഫെബ്രുവരി 16 ഇപ്പം 35 വ്യാവസായിക രാഷ്ട്രങ്ങളോട് ഹരിതഗൃഹ പ്രസരണം 2012 ആകുമ്പോഴേക്കും 1990 നിരക്കിൽ നിന്നും 5% കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യോട്ടോ പ്രോട്ടോകോൾ അവസാനിക്കുന്നത് 2012 അടുത്തത് പാരീസ് ഉടമ്പടിയാണ്. ക്യോട്ടോ പ്രോട്ടോകോളിന് പകരമായിട്ട് വന്നിട്ടുള്ള ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2015 ഒപ്പുവെച്ചിട്ടുള്ള ഉടമ്പടിയാണ്. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോളിന് പകരം വന്നതാണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ വേണ്ടി 2015 ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ഇതിൽ ഇന്ത്യ എന്നാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2016 ഒക്ടോബർ 2 അപ്പൊ പാരീസ് ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 2016 ഒക്ടോബർ 2 ഇനി അടുത്തതാണ് കോൺഫറൻസ് ഓഫ് പാർട്ടി അഥവാ COP. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുഎന്നിന്റെ കീഴിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ട സംഘടനയാണ്. എന്ത് സംഘടനയാണ്? യുഎന്നിന്റെ കീഴിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ട സംഘടനയാണ് COP അഥവാ കോൺഫറൻസ് ഓഫ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ആഗോളതാപനം എന്താണെന്ന് പഠിച്ചു. അതുപോലെ ആഗോളതാപനം തടയാനുള്ള മാർഗങ്ങൾ, അതുപോലെ ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോളുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കാണ് ഓസോൺ ശോഷണം. നമ്മൾ അന്തരീക്ഷം എന്ന ഭാഗം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളതെന്ന്. അതായത് ഭൂമിയിലേക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കാതെ സംരക്ഷിക്കുന്ന ഒരു പാളിയാണ് ഓസോൺ പാളി എന്നും ഇതുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്നും നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഓസോൺ പാളിയുടെ ധർമ്മം എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ ഉന്മൂലനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഓസോൺ ശോഷണം ഉണ്ടാകുന്നത്. നമ്മളെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷൻ, അതുപോലെ അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് ഇവയിലൊക്കെ ക്ലോറോ ഫ്ലൂറോ കാർബണും അതുപോലെ ഹീലിയം എന്നീ വാതകങ്ങളുടെയൊക്കെ സ്രോതസ്സാണ്. അപ്പം എന്തിന്റെയൊക്കെ സ്രോതസ്സാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകളുടെയും ഹീലിയന്റെയൊക്കെ സ്രോതസ്സാണ് റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് എന്നൊക്കെ പറയുന്നത്. ഇതിലൊക്കെ എന്തുണ്ട്? ക്ലോറോ ഫ്ലൂറോ കാർബണുകളും ഹീലിയനും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ വാതകങ്ങൾക്ക് അന്തരീക്ഷത്തിൽ ഒരുപാട് സമയം ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ മുകൾ ഭാഗത്ത് എത്തുന്ന സമയത്ത് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്തിട്ട് ഇവരെന്തുണ്ടാക്കുന്നു? ക്ലോറിൻ, അതുപോലെ തന്നെ ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 1,00,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിനും ക്ലോറിനേക്കാളും 40 മടങ്ങ് ശേഷിയുണ്ട്. ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണത്തെയാണ് ഓസോൺ സുഷിരം എന്ന് അറിയപ്പെടുന്നത്. അപ്പം എങ്ങനെയാണ് ഓസോൺ സുഷിരം ഉണ്ടാകുന്നത്? നമ്മളെ വീട്ടിലുള്ള റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ, പെയിന്റ് തുടങ്ങിയതിലൊക്കെ എന്തുണ്ട്? ക്ലോറോ ഫ്ലോറോ കാർബണുകളും ഹീലിയൻ വാതകങ്ങളൊക്കെ ഉണ്ട്. ഈ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ ഒരുപാട് സമയം ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇങ്ങനെയുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലെ മുകൾ ഭാഗത്തെത്തുന്ന സമയത്ത് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്തിട്ട് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായിട്ട് മാറുന്നു. ഇങ്ങനെ മാറുന്ന ക്ലോറിനും ബ്രോമിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്?
ഒരു ക്ലോറിൻ ആറ്റത്തിന് തന്നെ 1,00,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ കഴിവുണ്ട്. ബ്രോമിനാണെങ്കിൽ ക്ലോറിനേക്കാളും 40 മടങ്ങ് ശേഷിയുണ്ട് ഓസോൺ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലെ ഓസോണിന്റെ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണമാണ് ഓസോൺ സുഷിരം എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഓസോൺ സുഷിരത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? അൾട്രാ വയലറ്റ് കിരണങ്ങള് ട്രോപ്പോസ്ഫിയറിലൂടെ കടന്നു വരാൻ കാരണമാകുന്നുണ്ട്. അപ്പം ഓസോണിന്റെ ധർമ്മമായിരുന്നു എന്ത്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കാതെ സംരക്ഷിക്കാനായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഓസോൺ സുഷിരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അൾട്രാ വയലറ്റ് രശ്മികൾ ട്രോപ്പോസ്ഫിയറിലൂടെ കടന്നു വരുന്നു. അന്തരീക്ഷത്തിലെ ഓസോൺ അളക്കുന്ന ഉപകരണം ഏതാണ്? ഡോപ്സൺ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ആണ്. എന്താണ്? ഡോപ്സൺ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ആണ്. മറക്കരുത്, ഡോപ്സൺ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ. അപ്പം എന്നാണ് ഓസോൺ ദിനം? സെപ്റ്റംബർ 16 ഓസോൺ ദിനം എന്ന് പറയുന്നത്. എന്നാണ് ഓസോൺ ദിനം എന്ന് കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ചോദിച്ച ചോദ്യമാണ്. അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുക, ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16. അതുപോലെ ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് എന്താണ്? അത് ഡോപ്സൺ ആണ്. മറക്കരുത്, ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഒപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്ലോറോ ഫ്ലൂറോ കാർബണും ഓസോണിന്റെ ശോഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ റോലാൻഡും അതുപോലെ ഡോക്ടർ മൊളീന എന്ന് പറയുന്ന വ്യക്തിയും. ഇവര് ഫ്ലോറോ ഫ്ലൂറോ കാർബൺ ഇൻ എൻവിറോൺമെന്റ് എന്ന പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പ്രബന്ധത്തിന് 1995 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഫ്ലോറോ ഫ്ലൂറോ കാർബണും ഓസോണിന്റെ ശോഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ റോലാൻഡും ഡോക്ടർ മൊളീനയും. ഇവർ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിന്റെ പേരാണ് ഫ്ലോറോ ഫ്ലൂറോ കാർബൺ ഇൻ എൻവിറോൺമെന്റ്. ഈ ഒരു പഠനത്തിന് 1995 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പം പഠിച്ചു ഓസോണിൽ സുഷിരം വരും എന്നൊക്കെ. അപ്പം ഓസോണിൽ സുഷിരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് കണ്ടെത്തിയത്? ജിയോ ഫാർമാൻ, ബ്രെയിൻ ഗാർഡനർ, ജോണത്ത് ഷിംഗ്ലിൻ. ആരൊക്കെയാണ്? ജിയോ ഫാർമാൻ, ബ്രെയിൻ ഗാർഡനർ, അതുപോലെ ജോൺതൻ ഷിംഗ്ലിൻ. ഇവരൊക്കെയാണ് അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ, എവിടെ? അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ ഓസോൺ സുഷിരം കണ്ടെത്തിയത്. ഈ ഒരു കണ്ടെത്തൽ ശരിയാണ് എന്ന് സ്ഥിരീകരിച്ച ഒരു ഉപഗ്രഹമുണ്ട്, US ഉപഗ്രഹം. അതിന്റെ പേരാണ് നിംബസ് 7. ഏതാണ്? നിംബസ് 7 ആണ് അന്റാർട്ടിക്കയ്ക്ക് മുകളിലുള്ള സുഷിരം കണ്ടെത്തിയത് ശരി ആണ് എന്ന് സ്ഥിരീകരിച്ച US ഉപഗ്രഹം. നമ്മൾ നേരത്തെ ആഗോളതാപനം കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. ഇവിടെ നമുക്കിനി പഠിക്കാനുള്ളത്, നമുക്കറിയാം ഓസോൺ പാളിയിൽ സുഷിരം ഉണ്ടാകുന്ന സമയത്ത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുമെന്ന്. അപ്പം ഇങ്ങനെയുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയെന്നാണ്. തൊലിപ്പുറമെയുള്ള രോഗങ്ങൾ, അതായത് തൊലിപ്പുറമെയുള്ള ക്യാൻസർ ഉണ്ടാകുന്നു, കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതുപോലെ ആഹാര ശൃംഖലയുടെ തകർച്ച, അതുപോലെ കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം. ഇതൊക്കെ എന്താണ്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷവശങ്ങളാണ്. എന്തൊക്കെയാണ്? തൊലിപ്പുറമെ ഉണ്ടാകുന്ന ക്യാൻസർ, കാലാവസ്ഥ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ദോഷവശങ്ങളായിട്ട് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓസോൺ ശോഷണം തടയാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ പഠിക്കാനുള്ളത് മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. കാരണം അസിസ്റ്റന്റ് കമ്പല്ലർ 2021 ചോദിച്ച ചോദ്യമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓസോൺ പാളിക്ക് ശോഷണം വരുന്ന രാസപദാർത്ഥങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. എന്താണ്? ഓസോൺ പാളിക്ക് ശോഷം വരുത്തുന്ന രാസപദാർത്ഥങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും എന്ത് ചെയ്യുന്നു? ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. 1987 സെപ്റ്റംബർ 16 ഒപ്പുവെച്ച മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത്
1989 ജനുവരി 1-നാണ്. അപ്പം 1989 ജനുവരി 1-നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. അതുപോലെ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് 1987 വിയറ്റ്നാമിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി നിലവിൽ വരുന്നത്. ഈ ഒരു ഉടമ്പടിയിൽ ഇന്ത്യ എന്നാണ് ഒപ്പുവെക്കുന്നത്? 1992 ജൂൺ 19-നാണ് ഇന്ത്യ മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഒപ്പുവെക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മോൺട്രിയൽ പ്രോട്ടോകോളുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത് ഓസോൺ ശോഷണത്തെ കുറിച്ചിട്ടാണ്. അതില് എന്താണ് ഓസോൺ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഓസോൺ ശോഷണം സംഭവിക്കുന്നത്, ഓസോൺ ദിനം, അതുപോലെ ഓസോണിലെ സുഷിരങ്ങൾ കണ്ടെത്തിയത് ആരാണ്, പിന്നെ ഓസോൺ ശോഷണം തടയാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ, അതുപോലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷവശങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ ഇപ്പം പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് സംശയം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയാനുള്ളതാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വേഗം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.